കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ C++ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഈ C++ ലാംഗ്വേജിൽ നമ്മൾ കോഡ് എഴുതുമ്പോൾ എല്ലാ പ്രോഗ്രാമിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഏത് പ്രോബ്ലം ആയാലും നമ്മൾ കോഡ് എഴുതുന്നത്. ഇനി C++ ലാംഗ്വേജിൻ്റെ നമ്മൾ കോഡ് എഴുതുന്ന സ്ട്രക്ചർ ഒന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കാണുന്നതാണ് ഒരു ബേസിക് ആയിട്ടുള്ള C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആദ്യം ഡോക്യുമെൻറ്റേഷൻ റിയാക്ഷൻ, ദെൻ പ്രീ പ്രോസസ്സർ റിയാക്ഷൻ, ഡെഫിനിഷൻ റിയാക്ഷൻ, ഗ്ലോബൽ ഡിക്ലറേഷൻ റിയാക്ഷൻ, ദെൻ മെയിൻ പാർട്ടിൻ്റെ അകത്ത് തന്നെ 2 സെക്ഷൻസ് ഉണ്ട്, ഡിക്ലറേഷൻ പാർട്ടും അതുപോലെ എക്സിക്യൂഷൻ പാർട്ടും. ഈ മെയിൻ ബ്ലോക്കിലുള്ള സെക്ഷൻസ് ഒക്കെ നമ്മൾ കേളി ബ്രേസസിൻ്റെ അകത്താണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കണ്ട ഈ സ്ട്രക്ചേഴ്സിലാണ് നമ്മുടെ എല്ലാ പ്രോഗ്രാമും നമ്മുടെ കോഡ് നമ്മൾ എഴുതുന്നത്. എന്താണ് ഡോക്യുമെൻറ്റേഷൻ റിയാക്ഷൻ? ഇറ്റ് ഇൻക്ലൂഡ്സ് കമൻറ്റ്സ് വിച്ച് കണ്ടെയ്ൻ നെയിം, ഡേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്, പ്രോഗ്രാം ഡേറ്റ്സ്. നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എഴുതുന്നതിന് മുന്നേ ആ പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അതുപോലെ എന്നാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ആദ്യം ഒരു പ്രോഗ്രാം എടുത്ത് നോക്കുമ്പോൾ ആ പ്രോഗ്രാം എന്തിനുള്ളതാണ് എന്നുള്ളൊരു ചെറിയൊരു ഇൻഫർമേഷൻ ഈ /* എന്ന് പറഞ്ഞിട്ടുള്ള ഈ 2 സിമ്പിളിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുന്നതിനെയാണ് ഡോക്യുമെൻറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഡോക്യുമെൻറ്റേഷൻ റിയാക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ആ പ്രോഗ്രാം കാണുന്ന ആൾക്ക് ആദ്യം തന്നെ ഒന്ന് വായിച്ചാൽ മനസ്സിലാവും ഇത് ഇന്ന ഡേറ്റിൽ ഇന്ന ആൾ ചെയ്ത്, അതുപോലെ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഡോക്യുമെൻറ്റേഷൻ റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രീ പ്രോസസ്സർ റിയാക്ഷൻ. ഇറ്റ് പ്രിസൈഡ്സ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഡയറക്റ്റ് ദ കമ്പൈൻ ടു ലിങ്ക് ഫങ്ഷൻസ് ഫ്രം സിസ്റ്റം ലൈബ്രറി. നമ്മൾ സിയിലും അതുപോലെ C++ലൊക്കെ കണ്ടു, ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറി ഹെഡർ ഫയൽ ഉണ്ടായിരിക്കും എല്ലാ പ്രോഗ്രാമിൻ്റെ മുകളിലും. നമ്മൾ C ലാംഗ്വേജ് പഠിച്ചപ്പോൾ അതിൽ കണ്ടത് #include stdio.h എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയലാണ്. അതുപോലെ നമ്മൾ C++ൽ കണ്ടത് #include iostream എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയലാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഹെഡർ ഫയൽസ് നമുക്ക് ഓരോ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. അടുത്തത് ഡെഫിനിഷൻ റിയാക്ഷൻ, അതുപോലെ ഗ്ലോബൽ ഡിക്ലറേഷൻ റിയാക്ഷൻ. ഇത് രണ്ടും നമുക്ക് നമ്മുടെ വാല്യൂസ് ഡിക്ലെയർ ചെയ്യാനും അതുപോലെ അതിന് വാരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനും അതുപോലെ അതിന് വാല്യൂസ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്. ഡെഫിനിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ടു ഡിക്ലെയർ സം കോൺസ്റ്റൻസ് ആൻഡ് അസൈൻ ദം സം വാല്യൂ. കോൺസ്റ്റൻസിനെ ഡിക്ലെയർ ചെയ്യാനും അതുപോലെ അതിന് കുറച്ച് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഗ്ലോബൽ ഡിക്ലറേഷൻ റിയാക്ഷൻ. It contain various declaration which can be accessed only where in the program. int a equal to 10. നമ്മൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തപ്പോൾ നമ്മൾ ഇതുപോലെ ഒരുപാട് വാരിയബിൾസും അതുപോലെ ഡാറ്റ ടൈപ്സ് ഒക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്തത് കണ്ടതാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൻ പാർട്ടിൽ 2 സെക്ഷൻസ് ഉണ്ട്, ഡിക്ലറേഷൻ പാർട്ടും അതുപോലെ എക്സിക്യൂഷൻ പാർട്ടും. നമ്മൾ മെയിൻ ബ്ലോക്കിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വാരിയബിൾസ് ഒക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സിക്യൂഷൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രോസസ്സാണോ നമ്മുടെ പ്രോഗ്രാം എന്ത് പ്രോബ്ലമാണോ സോൾവ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ എക്സിക്യൂഷൻ പാർട്ടിൽ കൊടുക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻ എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്തിൻ ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കേർലി ബ്രേസസ്. നമ്മൾ മെയിൻ ബ്ലോക്ക് ചെയ്യുന്നത് കേളി ബ്രേസസിൻ്റെ അകത്താണ്. അതിൻ്റെ ഉള്ളിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും. നമുക്ക് എന്താണോ ചെയ്യാനുള്ള പ്രോബ്ലം അതിനനുസരിച്ചിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. എക്സിക്യൂഷൻ സ്റ്റാർട്ട് അറ്റ് ഓപ്പണിംഗ് ബ്രേസ് ആൻഡ് എൻഡ്സ് അറ്റ് ക്ലോസിംഗ് ബ്രേസ്. അപ്പോൾ ഈ ബ്രേസസ് നമുക്ക് മസ്റ്റായിട്ട് വേണ്ട കാര്യമാണ് മെയിൻ ബ്ലോക്കിൻ്റെ അകത്ത്. ഇനി നമുക്ക് കുറച്ച് ഹെഡർ ഫയൽസ് പരിചയപ്പെടാം. #include iostream. ഇത് ഈ ഒരു ഹെഡർ ഫയൽ നമ്മൾ C++ലാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഗീവ്സ് ആൻ ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പൈലർ ടു ഇൻസേർട്ട് കണ്ടൻസ് ഓഫ് iostream. IO മീൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട്. iostreamൻ്റെ അകത്തുള്ള IO മീൻ ചെയ്യുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെയാണ്.
എക്സാമ്പിൾ എന്ന് പറയുന്നത് സി ഇൻ അതുപോലെ സി ഔട്ട്. നമ്മൾ C++ൽ സി ഇന്നും സി ഔട്ടും യൂസ് ചെയ്യുന്നത് നമുക്ക് കണ്ടൻസ് റീഡ് ചെയ്യാനും അതുപോലെ പ്രിൻ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് ആഷ് ഇൻക്ലൂഡ് conio .h. It gives instruction to compiler to insert contents of conio. Conio means console input output. അടുത്തത് ആഷ് ഇൻക്ലൂഡ് math.h. It designed for mathematical operations. അതായത് നമുക്കിപ്പോൾ ഒരു പ്രോഗ്രാമിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹെഡർ ഫയൽ യൂസ് ചെയ്യും. അതാണ് ആഷ് ഇൻക്ലൂഡ് math.h. അതായത് നമ്മൾ പവർ കാണാനും അതുപോലെ സ്ക്വയർ റൂട്ട് കാണാനുള്ള പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആഷ് ഇൻക്ലൂഡ് math.h എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡർ ഫയൽ നമ്മൾ യൂസ് ചെയ്യണം. അടുത്തത് ആഷ് ഇൻക്ലൂഡ് string.h. ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ യൂസിങ് സ്ട്രിങ് ഫങ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. നമ്മൾ ഒരു സ്ട്രിങ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഹെഡർ ഫയലാണ് ആഷ് ഇൻക്ലൂഡ് string.h. അടുത്തത് ആഷ് ഇൻക്ലൂഡ് stdio.h. അത് നമ്മൾ ഈ ഹെഡർ ഫയൽ നമ്മൾ സി പ്രോഗ്രാമിൽ നമ്മൾ കണ്ടതാണ്. ഇറ്റ് ഈസ് ഡിസൈൻ ആസ് എ ഹെഡർ ഫയൽ ഫോർ സ്റ്റാൻഡേർഡ് ലൈബ്രറി. സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസിൻ്റെ ഹെഡർ ഫയലായിട്ടാണ് നമ്മൾ ആഷ് ഇൻക്ലൂഡ് stdio.h നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് അറേസ് നോക്കാം. നമ്മൾ സി ലാംഗ്വേജിൽ അറേസ് കണ്ടിരുന്നു. അതുപോലെ തന്നെ സെയിം സ്ട്രക്ചർ, സിൻടാക്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് C++ ലാംഗ്വേജിൽ നമ്മൾ അറേസ് യൂസ് ചെയ്യുന്നത്. An array is defined as the collection of similar type of data items stored at contiguous memory locations. നമ്മൾ ഒരേ ക്യാരക്ടറുള്ള ഡാറ്റാസിനെ കണ്ടിന്യൂസ് ആയിട്ട് മെമ്മറി ലൊക്കേഷൻസിൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ അറേസ് എന്ന് പറയുന്നത്. Arrays are the derived data type in C programming language which can store the primitive type of data such as int, char, double, float, etc. നമുക്ക് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള ഇൻറ്റ്, char, double, float എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ ടൈപ്സിനെയൊക്കെ നമുക്ക് ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആയിട്ടുള്ള അറേസിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. It also has the capability to store the collection of derived data types such as pointers, structures, etc. അതുപോലെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള പോയിൻറ്റേഴ്സിനെയും സ്ട്രക്ചേഴ്സിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി അറേസിനുണ്ട്. The array is the simplest data structure where each data element can be randomly accessed by using its index number. അതിൻ്റെ ഓരോ മെമ്മറി ലൊക്കേഷൻ്റെയും ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തുള്ള എലമെൻസിനെ നമുക്ക് റാൻഡംലി ആക്സസ് ചെയ്യാൻ നമുക്ക് കഴിയും. C array is beneficial if you have to store similar elements. For example, if we want to store the marks of a student in 6 subjects, then we don't need to define different variables for the marks in the different subject. Instead of that, we can define an array which can store the marks in each subject at the contiguous memory locations. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. നമുക്ക് ഒരു സ്റ്റുഡൻസിൻ്റെ 6 സബ്ജക്റ്റിൻ്റെ മാർക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? അറേസ് യൂസ് ചെയ്യും. അപ്പോൾ ഡിഫറെൻറ്റ് സബ്ജക്റ്റിന് ഓരോ അറേസ് നമ്മൾ അസൈൻ ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ എല്ലാ മാർക്കും നമ്മൾ അസൈൻ ചെയ്ത് വെക്കും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമുക്ക് അറേസ് യൂസ് ചെയ്യാൻ കഴിയുന്നത്. ബൈ യൂസിങ് ദ അറേ വി ക്യാൻ ആക്സസ് ദ എലമെൻറ്റ്സ് ഈസിലി. Only a few lines of code are required to access the elements of the array. നമ്മൾ അറേസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എലമെൻറ്റ്സ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമുക്ക് കുറച്ച് ലൈൻസ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കോഡ് എഴുതാൻ പറ്റും. അതോടെ നമുക്ക് കുറച്ച് ലൈൻസ് കൊണ്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്ത് കിട്ടും. അറേസ് ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഈ സിൻടാക്സ് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ അറേ ഡിക്ലറേഷനും അതുപോലെ മെമ്മറി ലൊക്കേഷനിൽ ഓരോ അറേസിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഒരു മെമ്മറി ലൊക്കേഷനിൽ വരുന്നത് നമ്മൾ പിക്ചോറിയലായിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ ആദ്യം ഡാറ്റ ടൈപ്പ് നമ്മൾ കൊടുക്കും. അതിനുശേഷം അറേസിന് എന്ത് നെയിമാണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതും, അതിനുശേഷം അറേ സൈസും നമ്മൾ കൊടുക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻറ്റ് മാർക്ക് ഓഫ് 5. ഇനി നമുക്ക് അറേസ് വെച്ചിട്ട് C++ കോഡ് എഴുതിയിട്ട് നമുക്കൊരു പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ അറേസിൽ ഈ ഒരു പ്രോഗ്രാമിൽ
5 സൈസുള്ള ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അകത്ത് നമ്മൾ 5 വാല്യൂസ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ 5 വാല്യൂസിനെ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാം എന്നുള്ളത്. ഇനി ഈ പ്രോഗ്രാം ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ അറേ ഡിക്ലെയർ ചെയ്യണം. ഇൻറ്റ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേ നമ്മൾ 5 എന്ന് പറഞ്ഞിട്ടുള്ള സൈസായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ഈ അറേസിൻ്റെ അകത്തുള്ള വാല്യൂസ് നമുക്ക് 5 വാല്യൂസ് നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഇൻറ്റ് ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിനുശേഷം ഐ ലെസ് ദാൻ 5, അതിനുശേഷം ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ കൊടുത്തു. അതിനുശേഷം ബ്രേസസിൻ്റെ അകത്താണ് നമുക്ക് എന്ത് വേണ്ടത്, മാർക്ക് ഓഫ് ഐ ആണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടേണ്ടത്. ഇനി നമുക്ക് ബ്രേസ് ക്ലോസ് ചെയ്യാം. നമുക്ക് അറേസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള 5 വാല്യൂസ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സി ലാംഗ്വേജിൽ കണ്ടതുപോലെ തന്നെയാണ് അറേസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ റീഡിങ് സ്റ്റേറ്റ്മെൻറ്റിന് മാത്രമേ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ബാക്കി സിൻടാക്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇനി നമുക്ക് മൾട്ടി ഡയമെൻഷണൽ അറേസ് നോക്കാം. നമ്മൾ നേരത്തെ കണ്ടത് ഒരൊറ്റ റോയും അതുപോലെ ഒരൊറ്റ കോളമുള്ള അറേസ് പ്രിൻ്റ് ചെയ്യാനാണ് നമ്മൾ നേരത്തെ കണ്ട പ്രോഗ്രാം. ഇനി നമുക്ക് മൾട്ടിപ്പിൾ റോസ് ആൻഡ് കോളംസ് ഉള്ള അറേസ് നമുക്ക് പ്രിൻ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം നോക്കാം. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് അറേസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ആദ്യം ഡാറ്റ ടൈപ്പ്, അതിനുശേഷം അറേ നെയിം, അതിനുശേഷം നമുക്ക് റോസ് എത്ര എണ്ണം ഉണ്ടോ അത് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. അതിനുശേഷം കോളംസിൻ്റെ എണ്ണം എത്ര ഉണ്ടോ അത് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യാം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഡാറ്റ ടൈപ്പാണ്. മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് അറേൻ്റെ നെയിം. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുത്തു? റോസിൻ്റെ നമ്പറായിട്ട് 4ഉം അതുപോലെ കോളംസിൻ്റെ നമ്പറായിട്ട് 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. 4 റോയും അതുപോലെ 3 കോളമുള്ള ഒരു അറേയാണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോളംസിന് വേണ്ടിയിട്ട് നമ്മൾ ജെ എന്ന് പറഞ്ഞിട്ടുള്ള വാരിയബിളും അതുപോലെ റോസിന് വേണ്ടിയിട്ട് ഐ എന്ന് പറഞ്ഞിട്ടുള്ള വാരിയബിളും നമ്മളവിടെ 0 എന്ന് പറഞ്ഞിട്ട് ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇൻ്റെ അറേ ഓഫ് 4 3 എന്ന് പറഞ്ഞിട്ടുള്ള അറേ നമ്മൾ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ കൂടെ 4 റോസും അതുപോലെ 3 കോളംസ് ഉള്ള വാല്യൂസ് നമ്മളവിടെ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ റോയിലെ വാല്യൂസ് 1 2 3, രണ്ടാമത്തെ റോ 2 3 4, തേർഡ് റോ 3 4 5, ഫോർത്ത് റോ 4 5 6 ഇങ്ങനെയുള്ള വാല്യൂസ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്ക് ആദ്യം റോസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഐ ഈക്വൽ ടു 0, അതുപോലെ ഐ ലെസ് ദാൻ 4, ഐ പ്ലസ് പ്ലസ്. അതിനുശേഷം കോളംസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ 3, ജെ പ്ലസ് പ്ലസ്. അതിനുശേഷം നമ്മൾ സി ഔട്ടിൻ്റെ അകത്ത് നമുക്ക് അറേ ഓഫ് ഐ ഓഫ് ജെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. നമുക്ക് റോസും കോളംസും ഒരുമിച്ച് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ സി ഔട്ടിൻ്റെ അകത്ത് നമുക്ക് ഒരു ലൈന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് റോസും കോളംസും വേറെ വേറെ ലൈനിലേക്ക് വന്ന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇൻറ്റ് ഐ ഈക്വൽ ടു 0, അതുപോലെ ജെ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 വാരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു. അതിനുശേഷം നമുക്ക് നമ്മുടെ അറേ ഡിക്ലെയർ ചെയ്യാം. 4 എന്ന് പറഞ്ഞിട്ടുള്ള റോ കൊടുത്തു. അതിനുശേഷം 5 എന്ന് പറഞ്ഞിട്ടുള്ള 5 വേണ്ട
3 എന്ന് പറഞ്ഞിട്ടുള്ള കോളം നമ്മൾ കൊടുത്തു. അതിനുശേഷം അതിൻ്റെ അകത്ത് നമുക്ക് വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യണം. അതിനുവേണ്ടി 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യം നമ്മൾ കൊടുത്തു. അതിനുശേഷം 2 3 4 എന്ന് പറഞ്ഞിട്ട് വേറൊരു വാല്യൂ കൊടുത്തു. അതിനുശേഷം 3 4 5 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കൊടുത്തു. 4 5 6 അങ്ങനെ നമ്മൾ 4 റോസും നമ്മളവിടെ കൊടുത്തു. അതുപോലെ 3 കോളംസും നമ്മളവിടെ വാല്യൂസ് കൊടുത്തു. ഇനി നമുക്ക് ആദ്യം ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമുക്ക് ഐ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കോളം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ റോസ് എത്രയാണ് 4 ആണുള്ളത്. അതിനുശേഷം ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി നമുക്ക് ബ്രേസസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഒരു ഫോർ ലൂപ്പും കൂടി. അടുത്ത ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമുക്ക് കോളമാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ജെ ഈക്വൽ ടു 0 പറഞ്ഞിട്ട് കൊടുത്തു. അതിനുശേഷം ജെ ലെസ് ദാൻ 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ജെ പ്ലസ് പ്ലസ് ഇനി ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമുക്ക് മാർക്ക് ഓഫ് ഐ അതുപോലെ ജെ എന്ന് പറഞ്ഞിട്ടുള്ള അറയാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആ ലൂപ്പ് നമുക്ക് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സി ഔട്ടിൻ്റെ അകത്ത് ഒരു ലൈന് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. /n നമ്മൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് എവിടെയോ ഒരു എറർ വന്നിട്ടുണ്ട്. നമുക്ക് ഐ ലൂപ്പിൻ്റെ നമ്മൾ ബ്രേസ് ക്ലോസ് ചെയ്തിട്ടില്ല. അത് ക്ലോസ് ചെയ്തു. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ മൾട്ടിപ്പിൾ ഡയമെൻഷണൽ അറേ നമുക്ക് പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. 4 റോസും അതുപോലെ 3 കോളംസും ഉള്ള മൾട്ടി ഡയമെൻഷണൽ അറേ നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടി.